ഒരു ദിവസം രാത്രിയിൽ ഇങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് തേർഡ് കോൾ ഷീറ്റ് പോയി ഒരു 10-12 മണിയൊക്കെ ആവും. അപ്പൊ രാത്രിയിൽ വന്ന ഉടനെ പുള്ളി ഇങ്ങനെ എഴുതാനായിട്ട് നോക്കുമ്പോൾ അതിൽ എഴുതിയിരിക്കുന്നു, ഫ്രിഡ്ജ്, TV, വാഷിംഗ് മെഷീൻ ഇതൊക്കെ ഞാൻ എടുക്കുകയാണ് എന്ന്. കള്ളൻ. ആ കള്ളൻ ആരെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? കവിരാജ് ഞാനായിട്ട് പരിചയമുണ്ട്, പക്ഷെ ഒന്നിച്ച് അഭിനയിച്ചിട്ടില്ല. പക്ഷേ എങ്കിലും അദ്ദേഹം അഭിനയിച്ച സീരിയലൊക്കെ ഞാൻ കാണാറുണ്ട്. വളരെ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ തില്ലാന എന്നുള്ള പ്രോഗ്രാമിൽ കവിരാജ് അഭിനയിച്ചിരിക്കുന്നത്, നന്നായി ഡാൻസ് ചെയ്തിരിക്കുന്നത്. കവിരാജിനോടൊപ്പം നമ്മുടെ സരയു ഇതിലെ ഞങ്ങളുടെ കൂടെ മനപ്പൊരുത്തം സീരിയലിൽ അഭിനയിച്ച കുട്ടിയാണ്. അവൾ നന്നായി ഡാൻസ് ചെയ്തിട്ടുണ്ട്. ഡാൻസ് ചെയ്യുമെന്നൊക്കെ നമ്മളോടൊക്കെ ഇനിയിപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവൾ അഭിനയിച്ച് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പം നന്നായി ഡാൻസ് ചെയ്തു. കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. വളരെ നന്നായിട്ടുണ്ട്. നമുക്ക് സ്വാഗതം ചെയ്യാം കവിരാജിനെയും സരയുവിനെയും വിത്ത് their classic characters. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. കാനന ഛായയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. വനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടൊന്നു കൊണ്ടുപോകൂ. നിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകാം. ഇന്നു വേണ്ടിന്നു വേണ്ടോ മലാളി. വനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടൊന്നു കൊണ്ടുപോകൂ. നിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകാം. ഇന്നു വേണ്ടിന്നു വേണ്ടോ മലാളി. കാനന ഛായയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. ഇന്നു മുഴുവൻ ഞാനേകനായ കുന്നിൻ കരുവിലിരുന്നു പാടും. ഇന്നു ഞാൻ കാണും കിനാക്കളെല്ലാം നിന്നെ കുറിച്ചുള്ളതായിരിക്കും. കാനന ഛായയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. ഇന്നു ഞാൻ കാണും കിനാക്കളെല്ലാം നിന്നെ കുറിച്ചുള്ളതായിരിക്കും.
സംശയം. സരയു നമ്മളെ എല്ലാരും ഞെട്ടിപ്പിച്ചോളഞ്ഞു. ആ ഒരു കണ്ണിങ്ങനെ ചെയ്തൊക്കെ എങ്ങനെ? അത് നാളെ അല്ലേ ചേച്ചി? ഇത് എനിക്ക് തോന്നുന്നു പണ്ടത്തെ ആ സിനിമാ നടികളിലെ ഫിലിമിൽ അത്രയും ശോഭിച്ചു ചേച്ചിക്ക് മുൻപ് വന്ന്. അതെ പണ്ടത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിലെ 50s, 60s 60s അവരെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലായിരുന്നു സരയുടെ ആ ഒരു എക്സ്പ്രഷൻ. വളരെ നന്നായിരുന്നു. കവിരാജിന് നല്ലൊരു ഭാവിയുണ്ട് കേട്ടോ. സീരിയലിലെങ്കിലും നല്ലൊരു ആട്ടിടയനായി ഇങ്ങനെ പാടി എന്തായാലും നല്ല പെർഫോമൻസ് ആയിരുന്നു രണ്ടുപേരുടെയും. ഞങ്ങളുടെ മാത്രം അറിഞ്ഞാൽ പോലും നമ്മുടെ ജഡ്ജസിനോട് ചോദിക്കാം. മാസ്റ്റർ, ഈ രമണ പിക്ചർ കണ്ടില്ല. ഷി വാസ് ടെല്ലിംഗ് മീ അബൌട്ട് ദാറ്റ്. ബട്ട് ഇപ്പൊ കണ്ടു ദ ഹോൾ പിക്ചർ. യു ഹാവ് ഡൺ എ വെരി ഗുഡ് പെർഫോമൻസ്. ഫാന്റാസ്റ്റിക്. I like the way you both had the expression and interaction between you guys. ரொம்ப നന്നായിട്ടുണ്ട്. Especially Sarayu, your expressions too good. And Kaviraj also, that body language, that character, everything is fantastic. I really enjoyed the show. Thank you very much. ചേച്ചി എന്ത് പറയുന്നു? പറയേണ്ടതെല്ലാം രാംജി തന്നെ പറഞ്ഞു കഴിഞ്ഞു. ശരിക്കും ഈ പടത്തിൽ നസീർ സാറും ഷീലമയല്ലേ, ശരിക്കും ആ പടത്തിന് ശേഷം ഇപ്പൊ ഇത് കാണുന്നവർ മിക്കവാറും കവിരാജിന്റെയും സരയുടെയും ആയിരിക്കും പറയാൻ പോകുന്നത്. ബിക്കോസ് ആ 50s 60s കാലഘട്ടത്തിലുള്ള ആ ഒരു അഭിനയം ഉണ്ടല്ലോ, ക്വൈറ്റ് ഒരു എന്താ പറയാൻ എക്സ്ട്രാഡിനറി ആയിട്ട് നമ്മൾ ചെയ്യണം. നാച്ചുറൽ അല്ല, കുറച്ചും കൂടി ആ ഒരു എന്താ പറയാൻ ആ ഒരു ഗ്രേസ്ഫുൾനെസ് വളരെ നന്നായിരുന്നു സരയുടെ ഇതില്. മേക്കപ്പ് പോലും ഭയങ്കര, മേക്കപ്പ്, ആ കോസ്റ്റ്യൂംസ്, ആ ടേൺ ചെയ്യുന്ന വിധം, നോക്കുന്നത് എല്ലാം. ബിക്കോസ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അത് കാണാനായിട്ട്. അതേപോലെ യുഎസ് ആ നസീർ സാറിന്റെ ആ ഒരു ഇതുണ്ടല്ലോ, ആ രമണൻ, ആ ചങ്കമ്പുഴയുടെ അതിൽ വരുന്ന ആ ഒരു ക്യാരക്ടർ പോലെയുണ്ട്. പിന്നെ നിങ്ങൾ മിക്സ് ചെയ്ത വിധം, അച്ഛൻ വരുന്നതും അവസാനം തൂങ്ങി ചാവാനായിട്ട് പോയി അത് ആ മിക്സ് ചെയ്ത് എല്ലാം കൂടെ കാണിച്ച ആ ഒരു ടോട്ടലായിട്ട് എനിക്ക് ഫീലിംഗ് ഉണ്ടായിരുന്നു. നന്നായിരുന്നു. ഐ എൻജോയ്ഡ് ഇറ്റ്. താങ്ക് യു ചേച്ചി. താങ്ക് യു മാസ്റ്റർ. റൊമാൻസ് ഉണ്ടോ? ഇങ്ങനെയൊക്കെ ഉള്ളൂ. അതെയോ? വളരെ നന്നായിട്ട് റൊമാൻസ് തർജ്ജമ ചെയ്തിട്ട് ഇവിടെ. ട്രാൻസ്ലേഷൻ വാസ് ബ്യൂട്ടിഫുൾ. പക്ഷെ വേറെ കാര്യം എന്താണ്, പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുക ഇങ്ങനെയൊക്കെ. റൊമാൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി പ്രാക്ടീസ് നടക്കുകയാണ്. ഡാൻസ് പ്രാക്ടീസ് വിത്ത് റൊമാൻസ്. ഓക്കെ, വെരി ഗുഡ്. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടാ, ഇതിപ്പോ ക്യാരക്ടർ ഇതാണല്ലേ, റൗണ്ട് ആണല്ലേ, റിയൽ. ഇത് റൊമാൻസിന് പോയിരുന്നെങ്കിൽ സൂപ്പർബായി പോയത്. സൂപ്പർബായി റൊമാൻസിന് വന്നിരുന്നെങ്കിൽ ബ്യൂട്ടിഫുള്ളായിരുന്നു. ഐ എൻജോയ്ഡ് ഇറ്റ്. താങ്ക് യു. താങ്ക് യു സർ. അപ്പം അടുത്ത പെർഫോമൻസിലേക്ക് വേണ്ടി എല്ലാവിധ ആശംസകളും നേരെയാണ്. ഇപ്പോൾ നമ്മുടെ ജഡ്ജസ് പറഞ്ഞ നിങ്ങളുടെ കെമിസ്ട്രി, ജോഗ്രഫി, ബയോളജി എല്ലാം എക്സലന്റ് ആയിരുന്നു. കീപ് ഇറ്റ് അപ്പ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.